എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 8ാം ക്ലാസ് ഹിന്ദിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി ഇവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അത് വായിക്കാം. शहंशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. वे बीरबल की ओर मुड़कर बोला, बीरबल, मैं बहुत चतुर नहीं हूँ. बहुत सी ऐसी चीज़ों हैं जिनके बारे में मैं नहीं जानता. मैं हर चीज़ को सीखना चाहता हूँ. कल से मेरी पढ़ाई शुरू हो. इसका इंतज़ाम करो. ഒന്നാമത്തെ ചോദ്യം, बहुत सी ऐसी चीज़ों है जिनके बारे में मैं नहीं जानता था. यहाँ किसने कहा? ഈ വരി ആരാണ് പറഞ്ഞത്? ഉത്തരം अकबर. ഗംഭീർ ചർച്ച में വിശേഷൺ ശബ്ദ് कौन सा है? ഗംഭീർ ചർച്ച എന്ന വാക്കിൽ വിശേഷൺ ശബ്ദം ഏതാണ്? ഉത്തരം ഗംഭീർ. അടുത്തതായി വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ്. ഇവിടെ തന്നിട്ടുള്ള രണ്ട് വാക്ക് കൈ ചീസോം, അതോടൊപ്പം തന്നെ ഷഹൻഷാ. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് അക്ബർ ചാഹത്തെ ഹെ, അക്ബർ പഠന ചാഹത്തെ ഹെ. അടുത്തതായി ഷഹൻഷാ അക്ബർ പഠന ചാഹത്തെ ഹെ. അടുത്തതായി ഷഹൻഷാ അക്ബർ കോയി ചീസോം പഠന ചാഹത്ത ഹെ. 4 മുതൽ 7 വരെയുള്ള ചോദ്യം ജ്ഞാൻമാർഗ് എന്ന ഏകാംഗിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യം നോക്കാം. യഹാം രാജകുമാരോं के पीछे पीछे कौन आ रहा था? ഉത്തരം ഗുരുജി. മുജെ മേം നിഹിത് സർവനാം ക്യാ ഹെ? മുജെ എന്ന വാക്കിലുള്ള സർവനാമം ഏതാണ്? ഉത്തരം മേം. അടുത്ത ചോദ്യം ഇത് വാക്യം പൂർത്തീകരിക്കാനാണ്. ഒന്നാമത്തെ വാക്യം നോക്കാം. രാജകുമാരോं की जान संकट में है. അടുത്തത് രാജകുമാരോं के अंदर अहंकार भरा हुआ है. अहंकार ज्ञान का नुकसान करता है. അടുത്തതായി രാജകുമാരോं की जान बचाने ഗുരുജി ആയേ. അടുത്തതായി ഇതിൽ 4 പ്രസ്താവന ശരിയാണ്, അതായത് ഇന്ന് കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അടുത്തതായി രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അഞ്ചാമത്തെ പ്രസ്താവന ശരിയാണ്. ആറാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1, 2, 5, 6 എന്നീ പ്രസ്താവനകളാണ് ശരി. അടുത്തത് ജ്ഞാൻ കാ മഹത് എന്ന വിഷയത്തിൽ ടിപ്പണി തയ്യാറാക്കാനാണ്. ടിപ്പണി തയ്യാറാക്കുമ്പോൾ അതിന് ഉചിതമായ ഒരു ശീർഷകം നൽകേണ്ടതാണ്. ജ്ഞാൻ കാ മഹത് എന്ന് തന്നെ ശീർഷകം നൽകാവുന്നതാണ്. അടുത്തത് സുഖദുഃഖ് എന്ന പാഠഭാഗത്തിലെ കുറച്ച് വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അപ്രത്യക്ഷ കാ സമാനാർത്ഥി ശബ്ദ് ചുൻകർ ലിഖേ. അപ്രത്യക്ഷ എന്ന വാക്കിൻ്റെ സമാനാർത്ഥമായി വരുന്നത് ഓച്ചൽ എന്ന വാക്കാണ്. സുഖദുഃഖ് കെ മധുർ മിലൻ സെ ക്യാ പരിപൂർണ ഹോ ജാത്ത ഹെ? ഉത്തരം ജീവൻ. ധൻ ഔർ ശശി കിൻകെ പ്രതീക് ഹെ? ഘൻ ദുഃഖത്തിൻ്റെയും അതോടൊപ്പം തന്നെ ശശി സുഖത്തിൻ്റെയും പ്രതീകങ്ങളാണ്. കവി ഔർ കവിത കാ പരിചിത് ദേത്തെ ഹുയെ കവിതാംശ് കാ ആശയ ലിഖേ. അടുത്തത് കവിതയുടെ ആശയം തയ്യാറാക്കാനാണ്. ഈ ഭാഗത്തിൻ്റെ ആശയമാണ് തയ്യാറാക്കേണ്ടത്. അതിൽ കവിയെ പറ്റിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആശയങ്ങളും നൽകാവുന്നതാണ്. അടുത്തത് 12 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ. ഷഹൻഷാ അക്ബർ കോ
കോൻ സിഖായേഗ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. 12ാമത്തെ ചോദ്യം നോക്കാം. ദർബാർ കാ വിചിത്ര ദൃശ്യ ക്യാ താ? ഉത്തരം ഓപ്ഷൻ സി, ദർബാർ ലോഗോं से भरा था. നമൂനെ കെ അനുസാർ ലിഖേ. തന്നിരിക്കുന്നത് പോലെ എഴുതാനാണ് ചോദ്യം. വഹ് ദർബാർ മേം ആത്താ ഹെ എന്നത് മേം ദർബാർ മേം ആത്താ ഹൂം എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വഹ് ദർബാർ മേം പ്രവേശ് കർത്താ ഹെ എന്ന സെൻറ്റൻസ് എങ്ങനെ മാറ്റി എഴുതാം? മേം ദർബാർ മേം പ്രവേശ് കർത്താ ഹൂം. അടുത്തതായി, ഷഹൻഷാ അക്ബർ ने दरबार में प्रवेश किया तो वहाँ कौन कौन थे? ഷഹൻഷാ അക്ബർ ദർബാർ പ്രവേശിച്ചപ്പോൾ അവിടെ ആരെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം നോക്കാം. വഹാം ബच्चे और बुजुर्ग थे, गृहिणियाँ और धोबिनों थी, किसान और कचरा बीनने वाले थे. ഈ പട്ടിക പൂർത്തീകരിക്കാനാണുള്ളത്. ഒന്നാമത്തെ നോക്കാം. ചിത്ര ഗീഞ്ചനെ വാലെ ചിത്രകാർ, ഗേത്തി കർണേ വാലെ ഉത്തരം കിസാൻ, കപട ധോനെ വാല ധോബി, സാമാൻ ബേച്ചനെ വാല ദുക്കാൻദാർ. അടുത്തതായി, ഈ ഭാഗത്തെ പറ്റിയുള്ള ഒരു ഡയറി തയ്യാറാക്കാനാണ്. ഡയറി തയ്യാറാക്കുമ്പോൾ ഡേറ്റ് എന്നിവ നൽകാൻ ശ്രദ്ധിക്കുമല്ലോ. ദുഃഖ് എന്ന പാഠഭാഗത്തിലെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇനിയുള്ളത്. സുഖദുഃഖ് കിസ്കി കവിത ഹെ? ഉത്തരം സുമിത്രാനന്ദ് പന്ത് കി. അടുത്തതായി, സമാൻ അർത്ഥ വാലെ ശബ്ദ മിൽന കരെ. സമാനാർത്ഥം വരുന്ന വാക്കുകൾ ചേർത്ത് എഴുതാനാണ്. ആദ്യത്തേത് അവിരത്, അർത്ഥമായി വരുന്നത് നിരന്തർ. അടുത്തതായി, ഉത്പീഡൻ, ഉത്തരം പീഡ. നിശ രാത്, ദിവ ദിൻ. അടുത്തതായി ഇവിടെ ഒരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പഗടി വാലെ കോ ദേഖ് കർ ദൂസര ആദ്മി ക്യാ സോച്ചതാ ഹെ? ഉത്തരം വഹ് വിദ്വാൻ ഹെ. ഉചിത് സംവാദ് ചുൻകർ ബാത്ചീത് പൂർത്തി കരയും. ഉചിതമായ സെൻറ്റൻസ് എഴുതി സംഭാഷണം പൂർത്തീകരിക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. ആദ്മി ക്യാ യഹ് പത്ര പഠിക്കർ സുനാओगे? അടുത്തതായി, പഗടി വാല മുझे പഠന നഹി ആത്താ. ആദ്മി തുമ്നെ പഗടി ജോ ബാന്ധി ഹെ सोचा कि तुम विद्वान हो. पगड़ी वाला तो यह पगड़ी तुम रख ले और खुद पढ़ो. ഇതോടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.